blessing today. വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ. ഈ ആഴ്ചയിലെ ബ്ലെസ്സിങ് ടുഡേ സീരീസിലെ ഏറ്റവും അവസാനത്തെ പ്രോഗ്രാമാണ്. അടുത്ത തിങ്കളാഴ്ചയാണ് ഇനി നമ്മുടെ അടുത്ത എപ്പിസോഡ് നടക്കുന്നത്. ബ്ലെസ്സിങ് ടുഡേ സ്നേഹിക്കുന്ന എല്ലാവർക്കും പ്രത്യേകിച്ച് നന്ദി. പ്രാർത്ഥിക്കുന്നവർക്ക്, ഇതുവരെ സ്പോൺസർ ചെയ്തവർക്ക് പ്രത്യേകിച്ച് ദൈവത്തിന് ഞാൻ നന്ദി പറയുന്നു. ഇതുവരെ ഇന്ന് 533 എപ്പിസോഡാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത്രയും ദൈവം നമ്മളെ സഹായിച്ചു, വഴി നടത്തി, അതിനെല്ലാം നമുക്ക് നന്ദി പറയാം. ഇന്ന് ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്തിരിക്കുന്ന വ്യക്തിക്കായി, കുടുംബത്തിനായി നമുക്ക് ഈ സമയത്ത് ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. കണ്ണുകളടച്ച് എല്ലാവരും അവരവരുടെ സ്ഥലങ്ങളിൽ ഇരുന്നു കൊണ്ട് പ്രാർത്ഥിച്ചാൽ. കർത്താവെ, ഇമ്മാനുവേൽ പോൾ എന്ന ഇന്നത്തെ സ്പോൺസർക്കായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ജോലിയിലും കർത്താവെ ആരോഗ്യത്തിലും അങ്ങയുടെ അനുഗ്രഹങ്ങൾ വന്നു ചേരട്ടെ. വൈഫ് പ്രഭാ പോളിനായി പ്രാർത്ഥിക്കുന്നു. നല്ല ആരോഗ്യത്തെ അങ്ങ് നൽകണമേ. മകൻ ആദിത്യയ്ക്കായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, തൻ്റെ വിദ്യാഭ്യാസം അനുഗ്രഹിക്കപ്പെടട്ടെ. ഈ മാസം ആരംഭിക്കുന്ന ICSE എക്സാമിൽ ഏറ്റവും നന്നായി എഴുതുവാൻ തന്നെ അങ്ങ് സഹായിക്കുന്നതിനായി നന്ദി പറയുന്നു. മദർ ലോയ്ക്കായി പ്രാർത്ഥിക്കുന്നു. ശോശാക്കുട്ടി എന്ന സഹോദരിയെ ആരോഗ്യം നൽകി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രഭയുടെ സഹോദരി ശോഭനയ്ക്കായും ഭർത്താവിൻ ജോർജിനായും പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നല്ല ആരോഗ്യത്തെ നൽകി അനുഗ്രഹിക്കുമാറാകണമേ. കൂടാതെ കർത്താവ്, ഇൻലോസിനായി, റിലേറ്റീവ്സിനായി പ്രാർത്ഥിക്കുന്നു. അവർക്കെല്ലാം ദൈവിക അനുഗ്രഹങ്ങൾ കർത്താവെ ഇവരിലൂടെ ലഭിക്കാനായി ഞാൻ പ്രാർത്ഥിച്ച് ബ്ലസ് ചെയ്യുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. താങ്ക് യു ഇമ്മാനുവേൽ പോൾ ഫോർ സ്പോൺസറിങ് ടുഡേയ്സ് എപ്പിസോഡ്. കർത്താവ് ഒത്തിരി അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്കും ഇത് കാണുന്ന എല്ലാവർക്കും എപ്പിസോഡുകൾ സ്പോൺസർ ചെയ്ത് ബ്ലെസ്സിങ് ടുഡേയിൽ നിങ്ങൾക്കും പങ്കുകാരാകാം. കർത്താവ് എല്ലാ നിലകളിലും അതിലൂടെ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. തുടർന്ന് ഒരു ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ എന്നുള്ള സന്ദേശമാണ് നിങ്ങൾ കേൾക്കാൻ പോകുന്നത്. നിങ്ങളുടെ വേദപുസ്തകവും അതുപോലെ നോട്ട്ബുക്കും പേനയും എല്ലാം റെഡിയാക്കി വളരെ ഉത്സാഹത്തോടുകൂടെ ദൈവത്തിൻ്റെ വചന സന്ദേശം സ്വീകരിക്കുക. ഈ പ്രോഗ്രാമിൻ്റെ അവസാനം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. യേശുവോടു ചേർന്നു ചൊല്ലിടുമ്പോൾ താൻ കേൾക്കും. നൊമ്പരമേറെ സഹിച്ചു, നൊമ്പരമേറെ സഹിച്ചു, സമാധാനങ്ങൾ നഷ്ടം, എല്ലാം യേശുവോടു ചേർന്നു ചൊല്ലിടായിക നിമിത്തം. എല്ലാവരും ചേർന്ന് എന്തു നല്ലൊരു സഖി, എന്തു നല്ലൊരു സഖി യേശു, പാപദുഃഖം വഹിക്കും, എല്ലാം യേശുവോടു ചേർന്നു ചൊല്ലിടുമ്പോൾ താൻ കേൾക്കും.
പുതിയ നിയമത്തിൽ നീ മരിക്കേണ്ട സ്ഥാനത്ത് ജാതികളെയും മനുഷ്യരെയും അല്ല ദൈവം കൊടുക്കുന്നത്. നീ മരിക്കേണ്ട സ്ഥാനത്ത് അവൻ തന്നെ തന്നെ നൽകി. യേശു തന്നെ ഇറങ്ങി വന്ന് തൻ്റെ ജീവൻ നൽകി. അതാണ് പുതിയ നിയമത്തിൽ അവൻ നമ്മോട് കാണിച്ച സ്നേഹം. പഴയ നിയമത്തിൽ നീ വിലയേറിയനും മാന്യനും ഒക്കെ ആയതുകൊണ്ട് നിനക്ക് പകരം ഞാൻ ജാതികളെയും മനുഷ്യരെയും കൊടുക്കുന്നു. എന്നാൽ പുതിയ നിയമത്തിൽ നിനക്ക് വേണ്ടി തൻ്റെ ഏകജാതനായ പുത്രനെ തന്നെ വിട്ടുതന്ന് നമ്മോടുള്ള സ്നേഹത്തെ അവൻ തെളിയിച്ചിരിക്കുന്നു. ചില സഹോദരിമാർ പൊട്ടിക്കരഞ്ഞുകൊണ്ട് എൻ്റെ അടുത്ത് വന്ന് പറയാറുണ്ട്, എൻ്റെ ഭർത്താവിന് എന്നോട് സ്നേഹമില്ല. സ്നേഹം കാണിക്കാൻ അദ്ദേഹത്തിന് അറിയില്ല. ഭർത്താവ് നിന്നെ സ്നേഹിച്ചില്ലെങ്കിലും കർത്താവിൻ്റെ സ്നേഹം കുറയില്ല, നിന്റെ വിലയും കുറയില്ല. നീ അപ്പോഴും ദൈവസന്നിധിയിൽ VIP ആണ്. ചില ഭർത്താക്കന്മാർക്ക് തിരിച്ചാണ്, എൻ്റെ ഭാര്യയ്ക്ക് എന്നോട് സ്നേഹമില്ല, കരുതലില്ല, രാവിലെ ഒരു കട്ടൻ ചായ പോലും ഉണ്ടാക്കി തരുന്നില്ല. ഭാര്യ നിന്നെ സ്നേഹിച്ചില്ലെങ്കിലും യേശുവിൻ്റെ സ്നേഹം കുറയില്ല. നീ അപ്പോഴും കർത്താവിൻ്റെ സന്നിധിയിൽ വിലയേറിയവനാണ്. ഹല്ലേലൂയ. ചിലർക്ക് അയൽപക്കത്ത് നിന്ന് ഞങ്ങൾക്ക് യാതൊരു സ്നേഹവുമില്ല. അയൽപക്കക്കാർ നിന്നെ ശത്രുവായി കണ്ടാലും നിന്റെ കോമ്പൗണ്ടിൽ കൊണ്ടുവന്ന് കോഴിയുടെ തല കുഴിച്ചിട്ടാലും നഖം കുഴിച്ചിട്ടാലും തൂവല് കുഴിച്ചിട്ടാലും മഞ്ഞൾ കുഴിച്ചിട്ടാലും നീ പേടിക്കണ്ട. നീ ദൈവസന്നിധിയിൽ VIP ആയി ദൈവം നിന്നെ കണ്ടു കഴിഞ്ഞു. കണ്ണിലെ കൃഷ്ണമണി പോലെ അവൻ നിന്നെ കാക്കും. ആ കോഴിത്തല നിന്റെ കോമ്പൗണ്ടിന് നല്ലൊരു വളമായി മാറും. തക്കാളിയോ വെണ്ടയോ എന്തെങ്കിലുമൊക്കെ അങ്ങ് നട്ടോ, നന്നായി വളർന്നോളും. അത് പേടിച്ച് വീട്ടിനകത്തിരിക്കണ്ട. എന്ത് വേണേലും കുഴിച്ചിട്ടോട്ടെ, അത് കമ്പോസ്റ്റായി മാറും. ഹല്ലേലൂയാ, പ്രൈസ് ഗോഡ്. സാത്താനെ പേടിക്കരുത്, സാത്താന്റെ ക്രിയകളെ പേടിക്കരുത്, മനുഷ്യരെ പേടിക്കരുത്, മനുഷ്യരുടെ ദുഷ്ക്രിയകളെ നീ പേടിക്കരുത്. കാരണം സ്വർഗത്തിലെ ദൈവം നിന്റെ ദൈവമാണ്. അവൻ തന്റെ സിംഹാസനത്തിൽ ഇരുന്നു കൊണ്ട് വാത്സല്യത്തോടെ, ഓമനത്വത്തോടെ, സ്നേഹത്തോടെ നിന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നീ പുറത്തു പോകുമ്പോഴും അകത്ത് വരുമ്പോഴും അവൻ മുകളിൽ നിന്നുകൊണ്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നിനക്ക് നിന്റെ കാലിന് കല്ലിൽ തട്ടാതെ വണ്ണം ദൂതന്മാരെ വരെ അവൻ ആക്കി വെച്ച് നിന്നെ എസ്കോർട്ട് നടത്തി അവൻ നിന്നെ സൂക്ഷിക്കും. പ്രധാനമന്ത്രിക്കും വലിയ വലിയ ആളുകൾക്കും വലിയ വലിയ പെട്രോളും അതുപോലെ എസ്കോർട്ടും ബ്ലാക്ക് കാറ്റും വൈറ്റ് കാറ്റും ഒക്കെ പ്രൊട്ടക്ഷൻ ഉണ്ടെങ്കിൽ അതിനേക്കാൾ വലിയ എസ്കോർട്ട് ഇവിടെ ഇരിക്കുന്ന ദൈവത്തിന്റെ ഓരോ കുഞ്ഞിനുമുണ്ടെന്നറിയാമോ? ദൈവത്തിന്റെ ശക്തന്മാരായ ദൂതന്മാർ, മാലാഖമാർ രക്ഷ പ്രാപിക്കുവാനുള്ള ഓരോരുത്തരെയും സെർവ് ചെയ്തുകൊണ്ട് അദൃശ്യരാണെങ്കിലും അവരോട് കൂടെ ദൈവം നിർത്തിയിട്ടുണ്ട്. ഹല്ലേലൂയ. പിന്നെ കർത്താവ് ഇങ്ങനെ വരെ പറഞ്ഞു, എൻ്റെ അടുക്കൽ വരുന്ന ആരെയും ഞാൻ കൈവിട്ട് കളയുന്ന പ്രശ്നമില്ല. മാത്രമല്ല അവരെ എൻ്റെ കയ്യിൽ നിന്നും പിടിച്ചു പറിക്കാൻ ആർക്കും സാധ്യമല്ല. എന്ന് വെച്ചാൽ ഈ കൈയുടെ അകത്ത് നിന്ന് ഒരാൾക്കും, കർത്താവിൻ്റെ കൈയുടെ അകത്ത് നിന്ന് ഒരാൾക്കും നിന്നെ പുറത്തെടുക്കാൻ സാധ്യമല്ല. ഹല്ലേലൂയ. ഞാൻ ഈ ഉദാഹരണം പറഞ്ഞിട്ടുണ്ട്. എൻ്റെ കുഞ്ഞുങ്ങൾ ചെറുതായിരുന്ന സമയത്ത് ഞാൻ ചെയ്തുകൊണ്ടിരുന്നൊരു പരിപാടി, 1 രൂപയുടെ കോയിൻ ഈ കയ്യിലെടുത്ത് ഇങ്ങനെ അമർത്തി പിടിക്കും. എന്നിട്ട് മക്കളോട് പറയും, എടുക്കാൻ പറയും. അവരിങ്ങനെ വന്ന് 2 പേര് കൂടെ ഒരു വിരൽ ഇങ്ങനെ വിടർത്തിക്കൊണ്ടുവരും. അത്രയും വിടർത്തി കൊണ്ടുവരുമ്പോൾ അടുത്ത വിരൽ വിടർത്താൻ വേണ്ടി ശ്രമിക്കും, മറ്റേ വിരൽ ഞാൻ അടച്ചു കളയും. പിന്നെയും വളരെ പണിപ്പെട്ട അടുത്തൊരു വിരല് വിടർത്തിക്കൊണ്ട് ഇതിനകത്തുള്ള കോയിൻ എടുക്കാൻ വേണ്ടിയാ. പക്ഷെ അവർ 2 പേരും കൂടി ശ്രമിച്ചാലും ഞാനത് അടച്ചു പിടിക്കും. അങ്ങനെയെങ്കിൽ ദൈവത്തിൻ്റെ വിരലുകളുടെ ഇടയിൽ നിന്നും നിന്നെ വലിച്ചെടുക്കാൻ ആർക്കെങ്കിലും സാധിക്കുമോ? കർത്താവ് പറയുന്നു, എൻ്റെ അടുക്കൽ വരുന്നവരെ ഞാൻ ഒരിക്കലും കൈവിടുകയില്ല. അവരെ ആരും എൻ്റെ കയ്യിൽ നിന്ന് പിടിച്ച് പറിക്കുകയുമില്ല. ഭദ്രമേറിയ കൈകൾക്കകത്ത്, വീര്യഭുജത്തിനകത്ത് യേശു നിന്നെ സംരക്ഷിക്കും. അതുകൊണ്ട് ഭയം കൂടാതെ ജീവിക്കാം. എവിടെ പോയാലും ഭയം കൂടാതെ ജീവിക്കാം. ഭൂമിയിലുള്ള ലക്ഷങ്ങൾ ഭയത്തിലാ ജീവിക്കുന്നത്. ഭയപ്പെടണ്ട, ഞാൻ നിന്നോട് കൂടെ ഉണ്ട്. എല്ലാ നാളും ഞാൻ നിന്നോട് കൂടെ ഉണ്ടെന്നാ കർത്താവ് പറയുന്നത്. ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 1
12-ാമത്തെ വാക്യം പറയുന്നത്, Yet to all who received him, to those who believed in his name, he gave the right to become children of God. യേശുവിനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവത്തിന്റെ മക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. ഹല്ലേലൂയ. അപ്പോസ്തലപ്രവൃത്തികൾ 4:12 വാക്യം പറയുന്നു, ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നാം രക്ഷിക്കപ്പെടുവാനായി വേറൊരു നാമം നൽകപ്പെട്ടിട്ടില്ല. രക്ഷ പ്രാപിക്കാനുള്ള നാമം ഏതാ? യേശു. ഏത് വ്യക്തിയും രക്ഷ പ്രാപിക്കാൻ ഒരു നാമമുണ്ട്. ആ നാമം ഏതാ? ആ നാമത്തിൽ വിശ്വസിക്കുന്ന ആ നിമിഷം ആ വ്യക്തി ദൈവത്തിന്റെ മകൻ അല്ലെങ്കിൽ മകൾ ആയി കഴിഞ്ഞു. അങ്ങനെ മക്കളായവരൊന്ന് കൈയടിച്ച് പിതാവിനെ ബഹുമാനിക്കാമോ? ഇപ്പോൾ കൈയടിച്ചവരുടെ പേരാണ് ദൈവത്തിന്റെ കുഞ്ഞുങ്ങൾ, ദൈവത്തിന്റെ മക്കൾ. മക്കൾ ഉള്ളവർ, നിങ്ങൾ കല്യാണം കഴിച്ച് മക്കളുള്ളവരൊക്കെ ഒന്ന് കൈ ഉയർത്താമോ? ഞാൻ ഈ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും, നിങ്ങളുടെ മക്കൾ എത്രത്തോളം നിങ്ങൾ സ്നേഹിക്കുന്നു. ഒത്തിരി അമ്മമാരും അപ്പന്മാരും പറയാനുള്ളത്, മക്കൾക്ക് വേണ്ടിയാണ് ഞാൻ ജീവിച്ചത്, അല്ലെങ്കിൽ പണ്ടേ ചത്തേന്. അത്രത്തോളം മക്കളെ സ്നേഹിക്കുക. രാത്രിയും പകലും അവർക്ക് വേണ്ടി അധ്വാനിച്ച് നടുവൊടിഞ്ഞ് ഒരു സ്വപ്നമുണ്ട്, എൻ്റെ കുഞ്ഞുങ്ങളൊക്കെ ഒരു നിലയിലാകണം. അതിനുവേണ്ടി എന്ത് ത്യാഗവും ചെയ്യാൻ മാതാപിതാക്കൾ തയ്യാറാണ്. അവരുടെ ജീവിതത്തിന്റെ ലക്ഷ്യം തന്നെ മക്കളാണ്. അങ്ങനെയെങ്കിൽ സ്വർഗത്തിലെ പിതാവ് താൻ അയച്ച പുത്രനായ യേശുവിനെ കൈക്കൊണ്ട് തൻ്റെ മക്കളായി തീർന്നവരെ എത്രത്തോളം അവരെ കരുതും, പരിപാലിക്കും. നമ്മുടെ ആകുലതകളൊക്കെ ഒന്ന് പോകണമെങ്കിൽ ഈ പിതാവിനെ ഒന്നറിയണം. ദൈവത്തെ ദൈവമെന്നറിഞ്ഞാൽ പോരാ, ദൈവത്തെ പിതാവാണെന്നറിയണം. ദൈവം നിന്റെ സ്വന്തം ഡാഡിയാണെന്നറിയണം. ആബാ, പിതാവേ എന്ന് വിളിക്കാനുള്ള ലൈസൻസ് അവൻ നിനക്ക് എഴുതി തന്നിരിക്കുകയാണ്. എപ്പോഴും സ്വർഗത്തിലെ ദൈവത്തെ എന്തെന്ന് വിളിക്കാം? അപ്പാ എന്ന് വിളിക്കാം, പിതാവേ എന്ന് വിളിക്കാം. ഹല്ലേലൂയ. അങ്ങനെയാണ് യേശു നമ്മെ പഠിപ്പിച്ചത്. ആബാ, ഫാദർ. സ്വർഗത്തിലെ എൻ്റെ പിതാവേ എന്ന് വിളിക്കാൻ നമുക്ക് ദൈവം അധികാരം തന്നിരിക്കുക. ഹല്ലേലൂയ. ഒരു വാക്യം കൂടെ നമുക്ക് വായിക്കാം. എഫീസ്യ ലേഖനം 1-ാം വാക്യം. I pray also that the eyes of your heart may be enlightened in order that you may know the hope to which he has called you, the riches of his glorious inheritance in the saints. നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിച്ചിട്ട് അവിടുത്തെ വിളിയുടെ പ്രത്യാശയും വിശുദ്ധരിൽ അവിടുത്തെ അവകാശത്തിൻ്റെ മഹിമാധനവും അവിടുത്തെ മഹത്തായ ബലത്തിൻ്റെ വ്യാപാരപ്രകാരം വിശ്വസിക്കുന്നവരായ നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവിടുത്തെ ശക്തിയുടെ അളവറ്റ വലിപ്പവും എന്തെന്ന് നിങ്ങൾ അറിയേണ്ടതിന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഒരു വാക്യം കൂടെ അതോട് ചേർത്ത് വായിക്കണം. റോമാലേഖനം 8:17. Romans 8:17. Now, if we are children, then we are heirs, heirs of God and co-heirs with Christ. If indeed we share in his sufferings, in order that we may also share in his glory. നാം മക്കളെങ്കിൽ അവകാശികളുമാണ്. നാം മക്കളെങ്കിൽ, നമ്മൾ മക്കളാണെങ്കിൽ അവകാശികളുമാണ്. എല്ലാ അപ്പനമ്മമാർക്കും അറിയാം, നിങ്ങൾ പ്രായമായി ഒക്കെ കഴിയുമ്പോൾ ഒന്നുകിൽ ഒരു വിൽപത്രം എഴുതി വെക്കണം. ആ വിൽപത്രത്തിൽ ഒന്നാമത്തെ മകൻ ഇത്ര, രണ്ടാമത്തെ മകൻ ഇത്ര, കെട്ടിച്ചു വിട്ട മകൾക്ക് ഇത്ര, ഏറ്റവും ഇളയ മകൾക്ക് ഇത്ര, ഇതെല്ലാം അതിൽ എഴുതി വെക്കണം. എഴുതി വെച്ചില്ലെങ്കിൽ അവസാനം അവർ തമ്മിൽ അടിച്ചോളും. മരിച്ച ശേഷം അവർ തമ്മിൽ സ്വത്തിന് വേണ്ടി അടിച്ചോളും. അതുകൊണ്ട് പ്രായമുള്ളവരൊക്കെ വല്ലതൊക്കെ എഴുതി വെച്ചിട്ട് പോണേ. എൻ്റെ മക്കൾക്ക് ഇന്നതാണെന്നൊക്കെ ഒരു പക്ഷപാതമൊന്നും ഇല്ലാതെ എഴുതി വെച്ചിട്ട് വേണം ഇവിടുന്ന് സെൻഡ് ഓഫ് ഒക്കെ മേടിച്ച് പോകാൻ. ഇല്ലെങ്കിൽ നിങ്ങൾ പോയ ശേഷം ശവക്കുഴി ഉണങ്ങുന്നതിന് മുമ്പേ അടി ഇവിടെ തുടങ്ങും. പല വീടുകളിൽ സംഭവിക്കാറുണ്ട്. ചില വീട്ടിലൊക്കെ ശവമടക്ക് കഴിയുന്നതിന് മുമ്പേ അടിക്കാറുണ്ട്. പക്ഷേ കർത്താവ് ഇവിടെ ചെയ്തിരിക്കുന്നത് നോക്കിയേ, ഇതെല്ലാം മക്കളാ. മക്കൾക്കെല്ലാം അവകാശം കൊടുക്കണം. ദൈവത്തിന് നമുക്കുള്ളതുപോലെ 1-2 പിള്ളേരല്ല. കർത്താവിന് ഒത്തിരി കുട്ടികളുണ്ട്. എല്ലാവർക്കും അവകാശം കൊടുക്കണം. ആ അവകാശം ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. Now, if we are children, then we are heirs. നമ്മൾ മക്കളെങ്കിൽ നമ്മുടെ പിതാവിന്റെ സകല സ്വത്തിലും നമുക്ക് അവകാശമുണ്ട്.
ഇത് വിശ്വസിക്കുന്നവർ ആമേൻ പറയാമോ? ഇവിടേക്ക് എല്ലാവർക്കും ദൈവം അവകാശം തരാൻ പോവുകയാണ്. ഹല്ലേലൂയ. എല്ലാ വീട്ടിലും ഉണ്ട് സ്വത്തൊക്കെ പങ്കിടുന്നൊരു ദിവസം. ഇതുപോലെ ഈ ദൈവ കുടുംബത്തിലും സ്വത്ത് പങ്കുവയ്ക്കുന്നൊരു ദിവസം വരും. അന്ന് നമുക്ക് 2 തരത്തിലുള്ള അവകാശം ഇവിടെ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ മക്കളായതുകൊണ്ട് എന്ത് സംഭവിക്കും? ദൈവത്തിന്റെ അവകാശം കിട്ടും. പിന്നെ ക്രിസ്തുവിനോട് കൂടെ കൂട്ടവകാശികളും തന്നെ. ക്രിസ്തുവിനോടുകൂടി ഒരു കൂട്ടവകാശവും കിട്ടും. നമ്മൾ അവന്റെ മക്കളായതുകൊണ്ട്, പിതാവിന്റെ കുട്ടികളായതുകൊണ്ട് നമുക്കൊരു അവകാശം കിട്ടണം. അത് കൂടാതെ യേശുവിനോടൊപ്പം നമുക്കൊരു കൂട്ടവകാശം കിട്ടും. കൂട്ടവകാശം കിട്ടുന്നത് ആർക്കാ? മക്കൾക്ക് എല്ലാവർക്കും കൂടി ചേർന്ന് കിട്ടുന്ന അവകാശമാണ് കൂട്ടവകാശം. ഇതെങ്ങനെ സംഭവിച്ചു? ഉത്തരം പറയാം. ദൈവത്തിന് ആദ്യം ഒരൊറ്റ മകനെ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ടാണ് യേശുവിനെ തൻ്റെ ഏകജാതനായ മകൻ എന്ന് പറയുന്നത്. എന്നാൽ ആ ഏകജാതനെ തന്നെ ആദ്യജാതൻ എന്നും പറയാറുണ്ട്. ഫസ്റ്റ് ബോൺ, ആദ്യമായി ജനിച്ചവൻ, ഒരു കുടുംബത്തിൽ ആദ്യം പിറന്നവൻ എന്ന ഒരു സ്ഥാനപ്പേരും യേശുവിന് കൊടുത്തിട്ടുണ്ട്. എന്ത് സംഭവിച്ചെന്നറിയാമോ? യേശു എന്ന ദൈവത്തിന്റെ ഏക പുത്രൻ കാൽവരി ക്രൂശിൽ നമുക്ക് വേണ്ടി ജീവൻ തന്നപ്പോൾ, അവന്റെ പ്രാണൻ നമുക്ക് വേണ്ടി തന്നതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും അവനിൽ വിശ്വസിച്ചപ്പോൾ പിതാവിന്റെ മക്കളായി തീർന്നു. ഹല്ലേലൂയ. ഇപ്പൊ ദൈവത്തിന് എത്ര മക്കളുണ്ട്? ഒരു മോനാണോ? അല്ലല്ല, അത് ഏറ്റവും മൂത്തവനാണ്, ആദ്യജാതനാണ്. ബാക്കി ഇവിടെ ഇരിക്കുന്നവരെല്ലാം യേശുവിന്റെ ഇളയ സഹോദരങ്ങളാണ്. വി ആർ ഓൾ സിബ്ലിങ്സ് ഓഫ് ജീസസ്. യേശുവിന്റെ ഇളയ സഹോദരന്മാരും സഹോദരിമാരുമാണ് ഇവിടെ ഇരിക്കുന്നത്. കാരണം എന്താ? ഒരു സംശയം വരും, യേശു ഒരു യഹൂദനായിട്ടല്ലേ ജനിച്ചത്? ഞാനാണെങ്കിൽ ഇവിടെ കേരളത്തിൽ ഈ നാട്ടിൽ ജനിച്ച ഒരാളാണ്, ഒരു ഇന്ത്യക്കാരനാണ്. എങ്ങനെ എനിക്ക് യേശുവിന്റെ കുടുംബത്തിൽ, ഞാനൊരു യഹൂദ കുടുംബത്തിൽ പോലും ജനിച്ച ആളല്ല. അതിന് കാരണം എന്തെന്ന് ചോദിച്ചാൽ, യേശുവിന്റെ പിതാവും നമ്മുടെ പിതാവും ഒരേ പിതാവാണ്. അങ്ങനെ നമ്മൾ ഒരേ പിതാവിന്റെ മക്കളായി തീർന്നു. അങ്ങനെ യേശുവിനോട് കൂടെ നമുക്കൊരു കൂട്ടവകാശം കൂടെ ഉണ്ട്. എത്ര പേർക്ക് ഞാൻ പറഞ്ഞത് മനസ്സിലായി? ഹല്ലേലൂയ. മക്കൾ എന്ന നിലയിൽ നമുക്ക് ഒരു അവകാശമുണ്ട്. കൂടാതെ യേശുവിനോട് ചേർന്ന് നമുക്കൊരു വലിയ കൂട്ടവകാശവും ദൈവം നമുക്ക് തന്നിരിക്കുകയാണ്. ഹല്ലേലൂയ. കൈകളടിച്ച് ഈ ദൈവം നമ്മെ ഇത്രയും വലിയൊരു VIP ട്രീറ്റ്മെന്റ് തരുന്നതിന് കൈകളടിച്ച് ഉറക്കെ സ്തുതിച്ചാൽ. ഹല്ലേലൂയ. ഇതുവരെ ഉച്ചത്തിൽ സ്തുതിച്ചിട്ടില്ലാത്തതുപോലെ ഉറക്കെ ഉച്ചത്തിൽ സ്തുതിക്കാൻ തുടങ്ങിയേ. ഉറക്കെ ഹല്ലേലൂയ. കൈകൾ അടിക്കുമ്പോൾ തന്നെ ഉച്ചത്തിൽ ദൈവത്തെ സ്തുതിച്ച എല്ലാവരും പ്രാർത്ഥിച്ച, യേശുവേ, യേശുവേ, അങ്ങയുടെ വചനം ഞാൻ വിശ്വസിക്കുന്നു. എനിക്ക് വേണ്ടി 2000 വർഷങ്ങൾക്ക് മുമ്പ് കാൽവരിയിൽ ഒരു മരക്കുരിശിൽ അങ്ങ് മരിച്ചതിനായി നന്ദി പറയും. അങ്ങയുടെ രക്തം എനിക്ക് വേണ്ടി ഒഴുക്കി തന്ന് വിലയ്ക്ക് വാങ്ങി അങ്ങയുടെ പൈതലായി, അങ്ങയുടെ സ്വന്തമാക്കി എന്നെ മാറ്റിയതിനായി നന്ദി പറയും. അങ്ങ് എന്നെ വിലപ്പെട്ട ഒരു വ്യക്തിയായി കണക്കാക്കുന്നതിനായി നന്ദി പറയും. ഇപ്പോൾ എന്റെ വായ് തുറന്ന് ഉറക്കെ പ്രഖ്യാപിക്കുന്നു, ഈ യേശു എന്റെ ദൈവമാണ്, ഈ യേശു എന്റെ കർത്താവാണ്, ഈ യേശു എന്റെ രക്ഷകനാണ്. ഞാനത് പരസ്യമായി പ്രഖ്യാപിക്കുന്നു. ഈ നിമിഷം മുതൽ യേശുവിനായി മാത്രം ജീവിക്കുമെന്ന് ഞാൻ തീരുമാനിച്ചിരിക്കുന്നു. അങ്ങയുടെ പൈതലായി എന്നെ മാറ്റിയതിനായി നന്ദി പറയും. കൈകൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഹല്ലേലൂയ, ഉറക്കെ ഹല്ലേലൂയ. ഈ നിൽക്കുന്ന സഹോദരിയുടെ പേര് അനില എന്നാണ്. തൻ്റെ കയ്യിലിരിക്കുന്ന കുഞ്ഞ് സ്നേഹ, 2.5 വയസ്സുള്ള കുഞ്ഞാണ്. ആ കുഞ്ഞിൻ്റെ രോഗം സൗഖ്യമാക്കിയതാണ്. അത് മാത്രമല്ല തൻ്റെ സഹോദരൻ്റെയും രോഗം യേശു കർത്താവ് സൗഖ്യമാക്കി. ഈ കുഞ്ഞിന്, ഈ സ്നേഹ എന്ന് പറയുന്ന കുഞ്ഞിന് 1.5 വയസ്സ് മുതൽ മലബന്ധം തുടങ്ങി. മലം ശരിയായ രീതിയിൽ പോകത്തില്ലായിരുന്നു. 10 ദിവസത്തിൽ ഒരിക്കലേ പോകത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഭക്ഷണം കഴിക്കാൻ പറ്റത്തില്ല. കാരണം ഈ ശരിയായ രീതിയിൽ ശോധന ഇല്ലാത്തത് കൊണ്ട് ഈ കുഞ്ഞ് എപ്പോഴും കരച്ചിലായിരുന്നു. പക്ഷേ ദൈവം
ഹാഗാറിന്റെ കുഞ്ഞിന്റെ കരച്ചിൽ കേട്ടതുപോലെ ഈ അമ്മയുടെ നിലവിളി കർത്താവ് കേട്ടു. ഈ കുഞ്ഞിനെ സൗഖ്യമാക്കിയത് ഇങ്ങനെയാണ്. ഈ സിസ്റ്റർ നമ്മുടെ ബ്ലെസ്സിംഗ് ടുഡേ TV പ്രോഗ്രാം കാണുന്ന ഒരു സഹോദരിയാണ്. അപ്പോൾ അതിൽ നമ്മളെ നമ്പറുണ്ട്, പത്തടിപ്പാലത്തുള്ള പ്രയർ ടവറിലെ നമ്പർ ഉള്ളത് കൊണ്ട് അവിടെ വിളിച്ചു. ഈ സിസ്റ്റർ 2011 വിളിച്ചത്. അവിടെ വിളിച്ചപ്പോൾ ഒരു സിസ്റ്ററാണ് ഫോൺ എടുത്തത്. ഫോൺ എടുത്തിട്ട് പറഞ്ഞു, സിസ്റ്റർ യേശുവിൽ വിശ്വസിക്കുക, കർത്താവ് ഇത് മാറ്റുമെന്ന് പറഞ്ഞു. അതിനുശേഷം പിറ്റേ ആഴ്ച മുതൽ ഈ കുഞ്ഞിന് ഒരു കുഴപ്പവുമില്ല. കാരണം 1.5 വയസ്സിൽ തുടങ്ങിയ ഈ രോഗം ഇപ്പോൾ 2.5 വയസ്സായി. ഇപ്പോൾ 1 വർഷത്തോളമായി ഈ കുഞ്ഞിന് അങ്ങനെ ഒരു പ്രശ്നമില്ല. ഭക്ഷണം കഴിക്കാം, കരയുന്ന സ്വഭാവം നിർത്തി. കാരണം അതിൻ്റെ ശോധന ശരിയായ രീതിയിലായി. തൻ്റെ സഹോദരൻ സ്കൂട്ടറിൽ പോകുമ്പോൾ സ്കൂട്ടറിൽ നിന്നും വീണ് കല്ലിൽ തലയിടിച്ചു. ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി, ഓർമ്മ പോയി. അങ്ങനെ വല്ലാത്ത ക്രിട്ടിക്കൽ സ്റ്റേജിലായിരുന്നു. ആ സമയത്ത് ഈ വർഷം തന്നെയും മാസം ഓർക്കുന്നില്ല, ഏകദേശം 4 മാസമായി സൗഖ്യമായി എന്ന് പറയുന്ന 4 മാസത്തിന് മുമ്പ് ഈ സിസ്റ്റർ വീണ്ടും തൻ്റെ സഹോദരന് വേണ്ടി നമ്മുടെ പത്തടിപ്പാത്തുള്ള പ്രയർ ടവറിൽ വിളിച്ചു. അവിടെ വിളിച്ചു പ്രാർത്ഥിച്ചു. സിസ്റ്റർ പറഞ്ഞത് അന്ന് വിളിച്ചു പ്രാർത്ഥിച്ച അന്ന് തന്നെയും ആ മകൻ്റെ എല്ലാ പ്രശ്നങ്ങളും മാറി അവൻ നോർമലായി. ഇപ്പോൾ ഒരു കുഴപ്പവുമില്ല. യേശു കർത്താവ് ആ മകനെ നോർമലാക്കി മാറ്റിയെന്നാണ് പറയുന്നത്. ഒരു വീട്ടിൽ രണ്ട് വലിയ രോഗസൗഖ്യങ്ങൾ. പല സ്ഥലങ്ങളിലും വെന്റിലേറ്ററിലോ അല്ലെങ്കിൽ ICUലോ കിടക്കുമ്പോൾ നമ്മളെ ആരെയും അങ്ങോട്ട് കയറ്റിവിടില്ല. അവർ പറയും അതിൻ്റെ ഉള്ളിൽ ഇൻഫെക്ഷൻ ആകും, ആരും കയറരുത്. പക്ഷെ ഒരു സന്തോഷ വാർത്തയുണ്ട്. എത്ര വലിയ വെന്റിലേറ്ററിനകത്തും യേശുവിന് കയറാൻ കഴിയും. ഏത് ICUയിലും യേശുവിന് കയറാൻ കഴിയും. ആരും അവനെ തടുക്കയില്ല. നമ്മൾ ഇവിടെ പ്രാർത്ഥിക്കുമ്പോൾ ഹോസ്പിറ്റലിൽ ICUവിൻ്റെ അകത്ത് അല്ലെങ്കിൽ വെന്റിലേറ്ററിനകത്ത് രോഗസൗഖ്യങ്ങൾ നടക്കും. വിശ്വസിച്ചാൽ മാത്രം മതി. കർത്താവെ, ഈ വീട്ടിൽ നടന്ന 2 രോഗസൗഖ്യങ്ങൾക്കായി നന്ദി പറയുന്നു. ഈ സാക്ഷ്യം കാണുന്നവർ കൂടെ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ദൈവിക രോഗസൗഖ്യത്തെ ഈ സാക്ഷ്യത്തോട് ചേർന്ന് ഞങ്ങളിപ്പോൾ റിലീസ് ചെയ്യുന്നു. ഇൻ ജീസസ് നെയിം, ആമേൻ. ആത്മീയ ജീവിതത്തിൽ നിങ്ങൾക്കുള്ള സംശയങ്ങൾ ബ്രദർ ഡാമിയനോട് ഫോണിലൂടെ ചോദിക്കുവാനുള്ള ഒരു സുവർണാവസരം. ഫെബ്രുവരി 11 തിങ്കളാഴ്ച വൈകിട്ട് 6 മണി മുതൽ 8 മണി വരെ മാത്രം. വിളിക്കേണ്ട നമ്പർ 0484-422-100, 0484-422-101. ഇതുവരെ യേശുവിന് വേണ്ടി ഹൃദയം നിങ്ങൾ കൊടുത്തിട്ടില്ലെങ്കിൽ നിങ്ങളെ ഞാനൊരു ലളിതമായ പ്രാർത്ഥന പറഞ്ഞു തരുമ്പോൾ നിങ്ങൾ അത് ചേർന്ന് പ്രാർത്ഥിക്കുക. യേശുവേ, എൻ്റെ പാപങ്ങൾ ഉപേക്ഷിച്ച് യേശുവിനായി എൻ്റെ ജീവിതത്തെ സമർപ്പിക്കുന്നു. എനിക്ക് വേണ്ടി യേശു മരിച്ചെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിക്ക് വേണ്ടി യേശു ഉയർത്തെഴുന്നേറ്റെന്ന് ഞാൻ വിശ്വസിക്കുന്നു. യേശു എൻ്റെ കർത്താവും രക്ഷിതാവുമാണെന്ന് വായ്കൊണ്ട് ഞാൻ ഏറ്റുപറയുന്നു. ഇന്നു മുതൽ ഞാൻ അങ്ങനെ ജീവിക്കും. ആമേൻ. രോഗികൾക്ക് വേണ്ടിയാണ് ഇനി ഞാൻ പ്രാർത്ഥിക്കുന്നത്. കൈകൾ ഈ TV സ്ക്രീനിലേക്ക് നീട്ടി. പല വീടുകളിലും പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട്, ആ സമയമാകുമ്പോൾ പ്രാർത്ഥിക്കുന്ന സമയം മുട്ടിന്മേൽ നിന്ന് ഞങ്ങൾ കുടുംബമായി പ്രാർത്ഥിക്കും. അങ്ങനെ ഭക്തിയോട് പ്രാർത്ഥിക്കുന്നവർക്ക് നിങ്ങളുടെ വിശ്വാസം പോലെ നിർബന്ധമില്ല. എന്നാൽ കൈകൾ ഇതിലേക്ക് നീട്ടി വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചാലും ആസ്മ രോഗികൾ സൗഖ്യമാകട്ടെ. വളരെ ഇന്നലെയും അതുപോലെ ഈ ദിവസങ്ങളൊന്നും ഉറങ്ങാൻ കഴിയാത്ത ആസ്മ രോഗികൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ചില വ്യക്തികൾ 10-12 ഗുളികൾ എടുത്ത് കഴിച്ച് വല്ലാതെ പ്രയാസപ്പെടുന്ന ചിലർ യേശുവിൻ്റെ നാമത്തിൽ അവർക്ക് വിടുതലുണ്ടാകട്ടെ. ശരീരത്തിൽ തീപ്പൊള്ളലേറ്റ് അതിൻ്റെ കോൺസിക്വൻസസ് അനുഭവിക്കുന്നവർ ഇപ്പോൾ വിടുതലും സൗഖ്യവും പ്രാപിക്കട്ടെ. ക്ഷയരോഗം സൗഖ്യമാകട്ടെ. ട്യൂബർക്കുലോസിസ് കെട്ടടങ്ങട്ടെ. എല്ലാവിധ ക്യാൻസറുകളും എയ്ഡ്സ് രോഗവും സൗഖ്യമാകട്ടെ. ഇൻ ജീസസ് നെയിം. അപസ്മാരം സൗഖ്യമാകട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. മെൻ്റൽ ഇൽനെസ്, എല്ലാവിധ മാനസിക രോഗങ്ങളും സൗഖ്യമാകട്ടെ. എല്ലാവിധ ക്യാൻസറുകളും സൗഖ്യമാകട്ടെ. ആന്തരാവയവങ്ങളെ ബാധിക്കുന്ന രോഗങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. താങ്ക് യു ജീസസ്. താങ്ക് യു ലോർഡ്. ശരീരത്തിൽ പല സ്ഥലങ്ങളിൽ മുറിവുകൾ ഉണങ്ങാതിരിക്കുന്നവർ യേശുവിൻ നാമത്തിൽ ഇന്നു മുതൽ ഉണങ്ങട്ടെ.
സൗഖ്യമാകട്ടെ, വിടുതലുകൾ ഉണ്ടാകട്ടെ. കർത്താവെ, അങ്ങയുടെ വിടുതൽ ഇപ്പോൾ ഓരോ വ്യക്തികളിലേക്ക് വ്യാപരിക്കുന്നതിനായി നന്ദി പറയുന്നു. കർത്താവിൻ്റെ അത്ഭുത പ്രവൃത്തികൾക്കായി നന്ദി പറയുന്നു. കുഞ്ഞുങ്ങളില്ലാത്തവർക്ക് അത് ഉണ്ടാകട്ടെ, ജോലിയില്ലാത്തവർക്ക് അത് കൊടുക്കണമേ, വിവാഹം കഴിഞ്ഞിട്ടില്ലാത്തവർക്കായി പ്രാർത്ഥിക്കുന്നു, ഭവനമില്ലാത്തവർക്ക് കൊടുക്കണമേ. എന്താണോ ആവശ്യം അതിന് മേലങ്ങ് കൈവച്ച് അനുഗ്രഹിച്ച് റിലീസ് ചെയ്യുന്നതിനായി നന്ദി പറയുന്നു. അങ്ങേക്ക് എല്ലാ മഹത്വവും ഞങ്ങൾ അർപ്പിക്കുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഈ ആഴ്ചയിലെ ബ്ലെസ്സിങ് ഫെസ്റ്റിവലുകൾ സംബന്ധിക്കാൻ മറക്കരുത്. തിങ്കളാഴ്ച നമുക്ക് വീണ്ടും കാണാം. ഗോഡ് ബ്ലെസ് യു. ബൈ. ഞങ്ങളുടെ അഡ്രസ് ബ്ലെസ്സിംഗ് ടുഡേ, പോസ്റ്റ് ബോക്സ് നമ്പർ 2215, ഇടപ്പള്ളി PO, കേരള, ഇന്ത്യ 682024.